ഹായ് ഗായ്സ് മദർവുഡ് ഫാമിലിയോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമാണോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്നത്തെ ടോപ്പിക് ഞാൻ മുൻപിട്ട ടോപ്പിക്കിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷനാണ്. അതായത് ആദ്യം ഞാൻ പറഞ്ഞു ഒരു ഹെൽത്തി പ്രഗ്നൻസിക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കരുത് എന്നുള്ളത് പറഞ്ഞു. അടുത്ത വീഡിയോയിൽ പറഞ്ഞു അതായത് ഫീറ്റൽ വെയിറ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായും എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് ഫീറ്റൽ വെയിറ്റ് കൂടുന്നത്, എന്തൊക്കെ കഴിക്കരുത്, ഫീറ്റൽ വെയിറ്റിനെ ബാധിക്കുന്ന കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നോർമൽ ഓരോ ആഴ്ചയിലുള്ള നമ്മുടെ ഫീറ്റൽ വെയിറ്റ് എത്രയാണ്, നോർമൽ വെയിറ്റ്, ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ഞാൻ ഒന്നും കൂടെ പറയാട്ടോ, നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൻ്റെ തൊട്ടടുത്തുള്ളതാണ് ആ ബെല്ലൈക്കൺ. ആ ബെല്ലൈക്കൺ നിങ്ങൾക്ക് പ്രസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല. കാരണം എന്നോട് പിന്നെ ആൾക്കാർ കംപ്ലൈൻറ്റ് പറയുന്നു, ചേച്ചീൻ്റെ വീഡിയോസ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. എങ്ങനെയാണ് ഒരു ഫീറ്റൽ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫീറ്റൽ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ ആഴ്ചയിലും നമുക്ക് അത് ഗ്രോത്ത് എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത് മെയിനായിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമല്ലോ. 3 മന്ത്, 5 മന്ത്, 7 മന്തിലൊക്കെ ആകുമ്പോൾ ഓരോ സ്കാനിങ് ഉണ്ട്. ഈ സ്കാനിങ്ങിൻ്റെ ഒരു പിക്ചർ ചില ഹോസ്പിറ്റലുകാർ കൈ തരില്ല, പക്ഷേ മിക്ക ഹോസ്പിറ്റലുകാർ നമുക്ക് ആ സ്കാനിങ് റിപ്പോർട്ട് കൈ തരും. ആ സ്കാനിങ് റിപ്പോർട്ടിലുണ്ട് അതായത് ഫീറ്റൽ വെയിറ്റ്, അതായത് ഫീറ്റൽ വെയിറ്റ് അങ്ങനെ FW എത്ര ഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. FW സംതിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തോ ഒരു 3 വേർഡ് അതാണ് കൊടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഈ സ്കാനിങ്ങിൻ്റെ ഉള്ളിൽ ഫീറ്റൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടുന്നത് ഒന്ന് BPD, അടുത്തത് HC, ഫീറ്റലിൻ്റെ HC, അടുത്തത് ഫീറ്റലിൻ്റെ FL, അടുത്തത് ഫീറ്റലിൻ്റെ AC. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും എന്തൊക്കെയാണ് ഈ സംഭവം അല്ലേ. അപ്പം BPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോമെട്രിക് പാരാമീറ്റർ ആണ്. അതായത് ബൈപേരിയറ്റൽ ഡയമീറ്റർ എന്ന് പറയും. ഞാൻ പറയുന്ന പ്രൊനൗൺസ് കറക്റ്റ് ആണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കാം, പക്ഷെ ഞാൻ പറയാൻ പോകുന്ന എക്സ്പ്ലനേഷൻ കറക്റ്റാണ്. ഓക്കെ, ഒരു എന്താ പറയുക ബയോമെട്രിക് പാരാമീറ്റർ ആണ് ഈ നമ്മുടെ ഈ BPD എന്ന് പറയുന്നത്. BPD എന്താണ്, എന്ത് മെഷർമെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫീറ്റലിൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ തലയോടിൻ്റെ ഒരു സൈസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ഒരു സൈഡ് തൊട്ട് ഒരു സൈഡ് വരെയുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എത്രത്തോളം വളർന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ BPD കാൽക്കുലേഷൻ മെഷർമെൻറ്റ് അവിടെ നടക്കണം. അടുത്തത് BPD കൊണ്ട് മാത്രം നമുക്കൊരു ഫീറ്റൽ വെയിറ്റ് അല്ലെ ഫീറ്റൽ ഗ്രോത്ത് നമുക്ക് കാൽക്കുലേറ്റ് അറിയാൻ പറ്റില്ല. അപ്പോൾ അടുത്തത് വേണ്ടത് HC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർട്സ് സർക്കംഫറൻസ് എന്നാണ്. ഹെർട്സ് സർക്കംഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ HC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീറ്റലിൻ്റെ തലയുടെ ഫുൾ അളവ് എത്രത്തോളം ഉണ്ട്, ചുറ്റളവ്, ഒരു തല എത്രത്തോളം വളർന്നു, അതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് HC എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. AC എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ഡോമിനൽ സർക്കംഫറൻസ്. നിങ്ങൾക്ക് അതൊക്കെ ആ സ്കാനിങ് റിപ്പോർട്ടിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇതൊക്കെ എന്താണെന്നുള്ളത്. അബ്ഡോമിനൽ സർക്കംഫറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ആ ബോഡീൻ്റെ ഒരു കംപ്ലീറ്റ് ഇപ്പം എന്താ പറയുക, അബ്ഡോമിനൽ വെച്ചാൽ നമ്മുടെ വയറിൻ്റെ ഭാഗമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ആ ബോഡിക്ക് എത്രയും വണ്ണം വെച്ചിട്ടുണ്ട്, അബ്ഡോമിനൽ വയറിൻ്റെ ഒരു ഭാഗത്ത് എത്രയും വണ്ണം വെച്ചിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ ബോഡിക്ക് എത്രത്തോളം സൈസ് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് റേഡിയോളജിസ്റ്റിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അബ്ഡോമിനൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത്, അതായത് AC. അടുത്തത് എന്ന് പറയുന്നത് FL എന്ന് പറഞ്ഞാൽ ഫീമർ ലെങ്ത്. ഫീമർ തന്നെ എന്താണ്, തുടയൽ, നമ്മുടെ തൈ ബോണിൻ്റെ സൈസാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ ബോൺ എന്ന് പറയുന്നത് നമ്മുടെ തുടയലാണല്ലോ. ഈ തുടയലിൻ്റെ ഒരു സൈസ് അതിൽ വെച്ചിട്ടാണ് എത്രത്തോളം ലെങ്ത് കുഞ്ഞിന് വെച്ച് വരുന്നുണ്ട് എന്ന് റേഡിയോളജിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലാണ് നമുക്ക് ഒരു കുഞ്ഞിൻ്റെ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഗ്രോത്ത് ഈ റേഡിയോളജിസ്റ്റിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പം BPD കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ BPDക്ക് ഓരോ ആഴ്ചയിലും വേണ്ടുന്ന അത്ര നോർമൽ ഒരു ഗ്രോത്ത് ഉണ്ട്. അത് കറക്റ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുഞ്ഞിൻ്റെ തലച്ചോറ് വളരുന്നില്ലെന്നോ
അങ്ങനെ ഒരു ബ്രെയിനിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ FL എന്തെങ്കിലും കറക്റ്റ് നോർമൽ ആയിട്ടുള്ള റേഞ്ചിലല്ല വരുന്നതെങ്കിൽ നമുക്കത് കറക്റ്റ് വളരുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിന് വളർച്ചയില്ലെന്നോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അതൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ തലയ്ക്ക് വലുപ്പം ഓരോ ആഴ്ചയ്ക്ക് അനുസരിച്ച് തലയ്ക്കൊക്കെ വലുപ്പം കൂടി വരണമല്ലോ, അത് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അതും കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ മൊത്തം സൈസ് കുഞ്ഞിൻ്റെ വളർച്ചേനെയും ഗ്രോത്തിനും കംപ്ലീറ്റ് നമുക്ക് ഇത്രയും കാര്യങ്ങളോടെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഈ റേഡിയോളജിസ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു വേറൊരു പ്രത്യേക കാൽക്കുലേഷൻ കൂടിയുണ്ട്. ഒരു മാത്സ് എങ്ങാണ്ടാണത്, മാത്സ് ആണ്. ഞാൻ പിന്നെ പണ്ടേ മാത്സിൽ വീക്ക് ആയതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്തൊക്കെ കണ്ടന്റ് ആണ് മെയിനായിട്ട് അതിനകത്ത് അവർ എടുക്കുന്നതെന്നുള്ളത് ഞാൻ പറയാം. അതായത് ഒന്ന്, അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജസ്റ്റേഷണൽ എത്ര ദിവസമായി, ഏജ് കുഞ്ഞ് എത്ര ദിവസമായി എന്നുള്ളത് വെച്ചിട്ടും കുഞ്ഞിൻ്റെ അതായത് സെക്സ്. അപ്പോൾ അതാണ് പറയുന്നത്, നമുക്ക് ചെയ്യാനാവില്ല, ഇത് റേഡിയോളജിസ്റ്റിനെ പറ്റുള്ളൂ. കാരണം സെക്സ് നമ്മുടെ നാട്ടിൽ പറയാനാവത്തില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം പുറം രാജ്യങ്ങളോട്ടൊക്കെ പറയും, പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മുടെ റേഡിയോളജിസ്റ്റ് ഈ കുഞ്ഞിൻ്റെ സെക്സ് വെച്ചിട്ട് പിന്നെ നമ്മുടെ മറ്റേർണൽ ഹൈറ്റ്, മറ്റേർണൽ വെയിറ്റ്, അങ്ങനെ അതായത് ഓരോ മാസത്തിലും എത്ര വെയിറ്റ് നമുക്ക് കൂടുന്നുണ്ട്, ഇത് തന്നെ എല്ലാവർക്കൊക്കെ ഒരു ബേസ് ചെയ്ത് വെച്ചിട്ടാണ് ഈ റേഡിയോളജിസ്റ്റ് ഒരു കാൽക്കുലേഷൻ നടത്തുന്നത് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞിൻ്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ BPD, HC, AC, FL ഇത് മസ്റ്റാണ്. ഇതിലൂടെയൊക്കെയാണ് ഇവർ ഈ കുഞ്ഞിൻ്റെ വളർച്ച എത്രത്തോളം ഗ്രോത്ത് ആഴ്ചയിലുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ ഗ്രോത്ത് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ നന്നായി ഭക്ഷണം കഴിക്കണം. എങ്കിൽ മാത്രമേ കുഞ്ഞിന് കറക്റ്റായിട്ടുള്ള ബ്രെയിൻ്റെ ഓരോ പ്രോട്ടീൻ, ഇപ്പം കാൽഷ്യം ആയിക്കോട്ടെ, പ്രോട്ടീൻ ആയിക്കോട്ടെ, ഫോളിക് ആയിക്കോട്ടെ, അയൺ ആയിക്കോട്ടെ, ഓരോന്നിനും നമ്മുടെ കുഞ്ഞിൻ്റെ ബോഡിയിലെ ഓരോ പാർട്സിനും ഒരു പ്രധാന ഭാഗമാണ്. കാരണം വെച്ചാൽ ഈ ഓരോ വളർച്ചേനെ സഹായിക്കുന്നുണ്ട്. ഇപ്പം തലച്ചോറിൻ്റെ വളർച്ചേനെ സഹായിക്കുന്നു, കണ്ണിൻ്റെ വളർച്ച, പല്ലിൻ്റെ വളർച്ച. ഇപ്പോൾ കാൽഷ്യം എന്നൊക്കെ പറയുന്നത് പല്ലിനെയും ബോൺസിനെയൊക്കെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞിന് വേണ്ടുന്നതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണം എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞു തന്നത്. അത് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ഐക്കാർഡിൽ മുകളിലായി നിൽക്കിയാൽ മതി, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നു, ഓരോ ആഴ്ചയിലും നമ്മുടെ ഫീറ്റ്, അപ്പോൾ നിങ്ങളുടെ സ്കാനിങ്ങിൽ നിങ്ങൾക്ക് അവർ കൊടുത്തിട്ടുണ്ടാകും, അതായത് HC, AC, FL ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട്, ഇത്ര ഗ്രാം അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാകും. അപ്പോൾ അത് നമ്മുടെ കറക്റ്റാണോ, അല്ലെങ്കിൽ തലച്ചോറ് വല്ലാതെ വളർന്നു പോകുന്നുണ്ടോ, ഓർ നോർമൽ ആണോ എന്നൊക്കെയുള്ള ഒരു എസ്റ്റിമേറ്റഡ് റിവ്യൂ ആണ്, റിസൾട്ടാണ് പറയുന്നത്. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ കറക്റ്റ് ഞാനിങ്ങനെ ഒരു പ്രിൻ്റൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്, ടൈപ്പ് ചെയ്തുണ്ടാക്കിയതാട്ടോ, എൻ്റെ ഹസ്ബൻഡെ സഹായിച്ചത്. ഏതായാലും ഞാനതിൻ്റെ പറഞ്ഞു തരാം. അതായത് ഒരു കുഞ്ഞിന് ഓരോ ആഴ്ചയിലും എത്ര വെയിറ്റ് വേണം, HC സെൻറ്റിമീറ്റർ എത്രയായിരിക്കണം, BPD എത്രയായിരിക്കണം, നമ്മുടെ FL എത്രയായിരിക്കണം, AC എത്രയായിരിക്കണം എന്നുള്ളത് കറക്റ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയാൽ മതി, നിങ്ങളുടെ കുഞ്ഞിൻ്റെ നോർമലാണോ ഗ്രോത്ത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഞാൻ 12ാമത്തെ ആഴ്ച തൊട്ടുള്ളതാണ്, വീക്കിലാണ് പറയുന്നത്, 12ാമത്തെ ആഴ്ച തൊട്ടുള്ളതാണ് പറയുന്നത്. കേട്ടോ, ഞാൻ വായിക്കാം. ഇതിൻ്റെ ഒരു പ്രിൻറ്റ് ഫോം, അതായത് ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും കമ്മ്യൂണിറ്റിയിലും ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് നോക്കിയാൽ, ഞാനിപ്പോൾ പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്നാലും ഞാനിപ്പോൾ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. ഈ BPD, HC, AC, FL എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലാണ്, വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാമിലുമാണ്. ഓക്കെ, അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 12ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിന് വേണ്ട BPD എന്ന് പറയുന്നത് 1.93 സെൻറ്റിമീറ്റർ ആണ്, HC എന്ന് പറയുന്നത് 6.9 സെൻറ്റിമീറ്റർ, AC 5.81 സെൻറ്റിമീറ്റർ, FL 0.78 സെൻറ്റിമീറ്റർ. വെയിറ്റ് വേണ്ടത് 14 ഗ്രാം. ഓക്കെ, 13ാമത്തെ ആഴ്ചയിൽ BPD എന്ന് പറയുന്നത് 2.28 സെൻറ്റിമീറ്റർ, HC എന്ന് പറയുന്നത് 8.33 സെൻറ്റിമീറ്റർ, AC 7.02 സെൻറ്റിമീറ്റർ, FL എന്ന് പറയുന്നത് 1.10 സെൻറ്റിമീറ്റർ, വെയിറ്റ് എന്ന് പറയുന്നത് 23. അടുത്തത് 14ാമത്തെ ആഴ്ചയിൽ BPD 2.61, HC 8.9, AC 8.2, FL 1.35, വെയിറ്റ് 43 ഗ്രാം. ഗ്രാമിലാണ് വെയിറ്റ്, ഗ്രാം. ഓക്കെ, 15ാമത്തെ ആഴ്ചയിൽ BPD 2.94, HC 10.5, AC 9,
FL 1.96, വെയിറ്റ് എന്ന് പറയുന്നത് 70 gram ആണ്, 70. 16ാമത്തെ ആഴ്ചയിൽ BPD 3.28, HC 12, AC 9.8, FL 1.94, വെയിറ്റ് 100, അതായത് 100. 17ാമത്തെ ആഴ്ചയിൽ BPD എന്ന് പറയുന്നത് 3.62, HC എന്ന് പറയുന്നത് 13.1, AC എന്ന് പറയുന്നത് 10.8, FL എന്ന് പറയുന്നത് FL 2.2, വെയിറ്റ് 140, 140. 18ാമത്തെ ആഴ്ചയിൽ BPD 3.97, HC 13.1, AC 10.8, FL 2. ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 18ാമത്തെ ആഴ്ചയിൽ BPD 3.97, HC 14, AC 11.7, FL 2.44, വെയിറ്റ് എന്ന് പറയുന്നത് 190. 19ാമത്തെ ആഴ്ചയിൽ BPD 4.31, HC 15, AC 12.7, FL 2.69, വെയിറ്റ് 240. ഇനി 20ാമത്തെ ആഴ്ചയിൽ BPD 4.64, HC 16.15, AC 13.8, FL 2.95, വെയിറ്റ് 300, 300. അടുത്തത് 21ാമത്തെ ആഴ്ചയിൽ BPD വേണ്ടത് 4.98, 4.98, HC എന്ന് പറയുന്നത് 17.42, AC എന്ന് പറയുന്നത് 14.8, FL എന്ന് പറയുന്നത് 3.21, വെയിറ്റ് എന്ന് പറയുന്നത് 360. 22ാമത്തെ ആഴ്ചയിൽ BPD 5.3 സെന്റിമീറ്റർ ആണ്. HC എന്ന് പറയുന്നത് 18.5, AC എന്ന് പറയുന്നത് 16, FL എന്ന് പറയുന്നത് 3.46. അടുത്തത് വെയിറ്റ് എന്ന് പറയുന്നത് 430 gram. 23ാമത്തെ ആഴ്ചയിൽ BPD എന്ന് പറയുന്നത് 5.63, HC എന്ന് പറയുന്നത് 19.6, AC എന്ന് പറയുന്നത് 17, FL എന്ന് പറയുന്നത് 3.76, വെയിറ്റ് എന്ന് പറയുന്നത് 501, 501. 24ാമത്തെ ആഴ്ചയിൽ BPD 5.93, HC 20.8, AC 18.1, FL 4.03, വെയിറ്റ് 600, 600. 25ാമത്തെ ആഴ്ചയിൽ BPD 6.25, HC 22, AC 19.3, FL 4.31, വെയിറ്റ് 660. 26ാമത്തെ ആഴ്ചയിൽ BPD 6.54, HC എന്ന് പറയുന്നത് 23.2, AC എന്ന് പറയുന്നത് 20.5, FL 4.56, വെയിറ്റ് 776. 27ാമത്തെ ആഴ്ചയിൽ BPD 6.84, HC 24.3, AC 21.7, FL 4.8, വെയിറ്റ് 916. 28ാമത്തെ ആഴ്ചയിൽ BPD 7.13, HC 25.3, AC 22.85, FL 5.05, വെയിറ്റ് 1058, അതായത് 1 കിലോയും 58, 158 അങ്ങനെയല്ലേ, 158, അതെ. 29ാമത്തെ ആഴ്ചയിൽ BPD 7.4, HC 26.3, AC 24.1, FL 5.26, വെയിറ്റ് 1215, അതായത് 1 കിലോയും 215 ഗ്രാമും, 1,215. 30ാമത്തെ ആഴ്ചയിൽ BPD 7.64, HC 27.2, AC 25.2, FL 5.51, വെയിറ്റ് 1,375. 31ാമത്തെ ആഴ്ചയിൽ BPD 7.88, HC 28.1, AC 26.4, FL 5.73, വെയിറ്റ് 1.555, അതായത് 1 കിലോയും 555 ഗ്രാമും. 32ാമത്തെ ആഴ്ചയിൽ BPD 8.09, അടുത്തത് HC എന്ന് പറയുന്നത് 29, AC 27.4, FL 5.94, വെയിറ്റ് 1753, 1 കിലോയും 753 ഗ്രാമും.
33ാമത്തെ ആഴ്ചയിൽ BPD 8.27, HC 29.7, AC 28.44, FL 6.14, വെയ്റ്റ് 1.944. 34ാമത്തെ ആഴ്ചയിൽ BPD 8.43, HC 3.05, AC 29.3, FL 6.33, വെയ്റ്റ് 2.122, 2122. 35ാമത്തെ ആഴ്ചയിൽ BPD 8.58, HC 31.1, AC 30.2, FL 6.51, വെയ്റ്റ് 2316, അതായത് 2 കിലോയും 316 ഗ്രാമും. 36ാമത്തെ ആഴ്ചയിൽ BPD 8.72, HC 31.7, AC 30.97, FL 6.68, വെയ്റ്റ് 2.491, 2491, 2 കിലോയും 491 ഗ്രാമും. 37ാമത്തെ ആഴ്ചയിൽ BPD 8.85, HC 32.15, AC 31.75, FL 6.86, വെയ്റ്റ് 2666. സോ അതായത് 2666, 2 കിലോയും 666 ഗ്രാം. 38ാമത്തെ ആഴ്ചയിൽ BPD 8.97, HC 32.4, AC 32.4, then FL 7.03, വെയ്റ്റ് 2.839. 39ാമത്തെ ആഴ്ചയിൽ വേണ്ടത് BPD 9.08, HC 32.61, AC 33, FL 7.16, വെയ്റ്റ് 3.014. 40ാമത്തെ ആഴ്ചയിൽ BPD എന്ന് പറയുന്നത് 9.18, HC 32.89, AC 33.55, FL 7.27, വെയ്റ്റ് 3.191. ഓക്കെ. 41ാമത്തെ ആഴ്ചയിൽ BPD 9.3 ആൻഡ് HC 33.19, AC 34.09, FL 7.34, വെയ്റ്റ് 3.302. 42ാമത്തെ ആഴ്ചയിൽ BPD 9.39, HC 33.45, AC 34.5, FL 7.4, വെയ്റ്റ് 3.370. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. ഇതിൻ്റെ പ്രിന്റ് ഞാൻ എന്താണേലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വേണ്ട, നമ്മുടെ ഫേസ്ബുക്ക് പേജിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഞാൻ ഷെയർ ചെയ്തേക്കാം. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായെന്നുണ്ടാവില്ല, ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ അത് നോക്കി റെഫർ ചെയ്തോ, കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കോ. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നതും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വേരിയേഷൻ വന്നു എന്ന് ഓർത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മറ്റു കാര്യങ്ങളുമൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വേരിയേഷൻ വരാം, പക്ഷെ ഒത്തിരി മാറ്റങ്ങൾ വരരുത്. ഒരു പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുഞ്ഞിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എബോവ് 3 ആയിരിക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് കുറഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, അവർക്ക് എപ്പോഴും ഇങ്ങനെ അസുഖം വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ കുഞ്ഞിന് മാക്സിമം നമ്മൾ പ്രഗ്നൻസിയിൽ നമ്മുടെ ശരീര സൗന്ദര്യവും കാര്യങ്ങളും ഒന്നും നോക്കാതെ മാക്സിമം നമ്മുടെ കുഞ്ഞിന് വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്ത് കുഞ്ഞ് നല്ല വളർച്ചയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബീനെ നമുക്ക് ജന്മം കൊടുക്കാൻ കഴിയണം. നമ്മൾ അതിനാണ് ശ്രമിക്കേണ്ടത്. പ്രസവശേഷം നമ്മുടെ തടികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റാന്നേ, അതിനോട് ആരും ഒരു ഇതാക്കൊന്നും വേണ്ട. അത് വളരെ നിസാരമായിട്ട് നമ്മുടെ തടിയും വയറും ഒക്കെ മാറ്റാവുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു 9 മാസക്കാലം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി വെക്കുക, കുഞ്ഞിന് വേണ്ടുന്ന എല്ലാം കൊടുക്കുക. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ്. സമയം കുറേ ആയല്ലോ, 19 മിനിറ്റായി, സോറി കേട്ടോ. ഇത്രയും പറഞ്ഞോളൂ, എന്നിട്ടും കൂടിപ്പോയി. അപ്പം ഞാൻ ഏതായാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ടിൽ കണ്ടാൽ നിങ്ങൾക്ക് സ്കാനിങ് റിപ്പോർട്ടിലുണ്ട് HC AC FL എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും നോർമൽ റേഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, പക്ഷേ ഒരുപാട് മാറരുത്. അപ്പോൾ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുക. പിന്നെ ഒത്തിരി മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ പറയും കുഞ്ഞിന് ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് പറയും. അപ്പം നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി, കാരണം ഞാൻ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒക്കെ എനിക്കുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു നോർമൽ റേഞ്ച് എന്താണെന്ന് എനിക്കറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം
അന്ന് ഈ നെറ്റിൽ നോക്കുന്ന കാര്യമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് അങ്ങനെ സംശയമുള്ളവർ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും ഇത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. അപ്പം നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും. കാരണം ഇത്രയും നോർമൽ ആണല്ലോ എന്നുള്ള സമാധാനം ഉണ്ടാവും. വെയിറ്റ് ഞാൻ നിങ്ങളോട് പറയുന്നു, മാക്സിമം കുഞ്ഞിന് ഒരു 3 കിലോയിൽ കൂടുതൽ നിങ്ങളുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാവാൻ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബേബിയെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് നമ്മുടെ ഇനിയുള്ള തലമുറ വാർന്നെടുക്കാൻ നമ്മളെക്കൊണ്ട് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആ കാര്യങ്ങൾ, അതായത് ഇത് അറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒത്തിരി ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.